തിരുവനന്തപുരം വേട്ടമുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് നമുക്ക് ഈ കാണുന്ന വലിയൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. വലുത് ഞാൻ പറയാൻ കാരണം ടോട്ടലായിട്ട് ഏകദേശം 11 സെൻറ്റിനടുത്ത് വരുന്ന പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് ദേ കാണുന്ന റോഡ് നോക്കി നമ്മുടെ മരുതൻകുഴിയിൽ നിന്ന് വേട്ടമുക്ക് ജംഗ്ഷനിലേക്ക് വരുന്ന റോഡാണ്. വേട്ടമുക്ക് ജംഗ്ഷൻ എത്തുന്നതിന് 10 മീറ്റർ മുന്നേ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ്. ആ റോഡ് ജസ്റ്റ് ഇങ്ങനെ ഒരു 10-30 മീറ്റർ കയറി വരുമ്പോൾ നേരെ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഈ വീട് വന്നിട്ട് ഏകദേശം 18 വർഷം പഴക്കമുണ്ട്. പക്ഷേ ഒരു 2018-19 ആ സമയത്ത് വീട് ഫുള്ളായിട്ട് റെനോവേറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ്. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന പോലെ വൈഡായിട്ടുള്ള ഫ്രണ്ടേജാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കുള്ളത്. 2 ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് കാറിലെല്ലാം നടന്നാണ് വരുന്നതെങ്കിൽ, കാരണം റോഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നടന്ന് കയറാനേ പ്രോപ്പർട്ടി ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഗേറ്റ് ഉപയോഗിക്കാം. നമുക്ക് ഇതുവഴി തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 വണ്ടി അകത്ത് കയറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് ഞാൻ കോമ്പൗണ്ടിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ മുൻവശം. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള മുറ്റമൊക്കെ ഉണ്ട്. ഒത്തിരിയധികം ഗാർഡനിങ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. കവേർഡ് കാർ പാർക്കിംഗ് സ്പേസിൽ 2 വലിയ കാറുകൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്ഥലമുണ്ട്. ഇവിടെ എല്ലാം തന്നെ നല്ല രസമായിട്ട് ഗാർഡനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ നോക്കി നല്ല രസമല്ലേ. അതുപോലെ തന്നെ നമുക്കിതായി ഇങ്ങനെ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മുറ്റത്തിറങ്ങി എന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു കാർ പാർക്കിംഗ് സ്പേസിൽ നിന്ന് വീടിനകത്തേക്ക് കയറാനായിട്ടൊരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതുപോകെ ഇങ്ങനെ വലിയൊരു വരാന്ത സ്പേസ് ഉണ്ട്. ഇവിടെ നിന്നും നമ്മുടെ വീടിനുള്ളിലേക്ക് പോവാം. ഇവിടെ ഇതുപോലെ കസേരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗസ്റ്റൊക്കെ വന്നാൽ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് ഗ്രാൻഡായിട്ടിരുന്ന് സംസാരിക്കാം. നമുക്കിതിനകത്തുള്ള തടിപ്പണികളെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വാതിലൊക്കെ അവർ റീസെൻ്റായിട്ട് മാറ്റിയതാണ്. എന്ന് വെച്ചാൽ മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം തന്നെ തേക്കിൻ തടിയാണ്. നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓടി നടന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇത് തന്നെ ഏകദേശം 400 സ്ക്വയർ ഫീറ്റോളം ഏരിയ ഈ ഒരു ലിവിങ് സ്പേസിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോർണറിലായിട്ട് നമ്മുടെ പൂജാമുറി വരും. അതിൻ്റെ ഈ ഡോറും ഇതെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് തേക്കിൻ തടിയിലാണ്. അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. നമ്മുടെ കാർ പാർക്കിങ്ങിൽ നിന്നുള്ള എൻട്രൻസ് നേരെ ഈ ഭാഗത്തായിട്ടാണ് കയറി വരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി വെയർസ്, അതായത് ഈ കാണുന്ന പോലെ വാഷ് ബേസിനായാലും പൈപ്പ് ഫിറ്റിംഗ് ആയാലും എല്ലാം പ്രീമിയം ഫിറ്റിങ്സ് ആണ്. കോളർ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് പോലുള്ള പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻവേർട്ടറും തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. കിച്ചൺ വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം തേക്കിൻ തടിയിലാണ് നമുക്ക് ഈ കാണുന്ന വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് പിൻവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം. ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് വീടിൻ്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് മാറ്റിയിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കാനുള്ള സൗകര്യമെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്കും നമുക്കിതുപോലെ തുറന്നിറങ്ങാൻ സാധിക്കും. ഇവിടെ വാട്ടർ ഫിൽറ്റർ എല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഇവിടത്തേക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനാണുള്ളത്. ആ വെള്ളവും നമുക്ക് ഫിൽറ്ററിലൂടെ കയറിയിട്ടായിരിക്കും നമ്മുടെ വീട്ടാവശ്യത്തിന് വരിക. അതുപോലെ ബാത്റൂമിലേക്കൊക്കെ നമുക്കൊരു ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റോട്ടം വരുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും പിന്നെ ഈ കാണുന്ന പോലെ ഒരു സ്റ്റഡി റൂമാണുള്ളത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ആ റൂം കാണിക്കുന്നില്ല, ബെഡ്റൂം കാണിച്ചു തരാം. അതായത് നമുക്ക് ശരിക്കും ബെഡ്റൂം പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റഡി റൂമാണ്. ഇതാണ് നമ്മുടെ താഴത്തെ ആദ്യത്തെ ബെഡ്റൂം. ഇതിൽ നോക്കിയാൽ ഇവിടെ എല്ലാം തന്നെ തടിയിലാണ് ഈ കാണുന്ന വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ സ്റ്റേഴ്സിൻ്റെ റെയിലിംഗ് എല്ലാം തന്നെ തേക്കിൻ തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്റ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ നോക്കി, ഇത് വന്നിട്ട് ഒരു 3D വാട്ടർഫാളിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ദൂരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വെള്ളം ഒഴുകി വരുന്ന ആ ഒരു ഫീല് അതിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ ആയാലും നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂമേ. റൂമെല്ലാം വളരെ വലുതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു രീതിയിലുള്ള കഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് ഉണ്ടാവും. ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ശരിക്കും ഈ മേളത്തെ നിലയിലെ 2 ബെഡ്റൂംസും അധികമായിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ബാത്റൂം എല്ലാം പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്.
നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇതാ ഇങ്ങനെ പിൻവശത്തേക്ക് ഇങ്ങനെ ഒരു ടെറസിലേക്ക് ഇറങ്ങാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദാ ഈ ഭാഗത്ത് നോക്കി, ഇതുവഴി നമുക്ക് ടെറസിലേക്ക് കയറാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കോമൺ സ്പേസിൽ നിന്ന് ഈ ഭാഗത്തായിട്ടാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. എന്തായാലും കണ്ട സ്പേസിനൊന്നും ഒരു രീതിയിലുള്ള കുറവുമില്ല, വലിയ വീടാണ് കേട്ടോ. ഈ കാണുന്ന നല്ല കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇന്ന് ശരിക്കും ഇത്രയും വലിപ്പത്തിലുള്ള ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. അതായത് ഇഷ്ടികയിലെ വർക്കിന്, സ്ട്രക്ചറിൻ്റെ വർക്കിന് മാത്രം നമുക്ക് ഇപ്പോഴത്തെ വിലയ്ക്ക് ഏകദേശം 2500 2800 ആ റേഞ്ചിലാണ് പ്രൈസിങ് പോകുന്നത് കേട്ടോ. അതായത് ഫുള്ള് തേക്കുന്നടിയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയ്ക്ക് പുറത്തേക്ക് നമ്മുടെ സ്ട്രക്ചറിൻ്റെ വർക്കിന് വാങ്ങുന്നുണ്ട്, ഇൻറ്റീരിയർ വർക്ക് പോകെ. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വീടിൻ്റെ വില ഇന്നത്തെ നിലയിൽ നമ്മൾ ചെയ്യണമെങ്കിൽ എത്ര രൂപയാവും നിങ്ങളൊന്ന് കണക്കാക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ബെഡ്റൂമിൽ ബാൽക്കണി സ്പേസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് മുൻവശത്തെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെ വേറൊരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി ഒരു ബെഡ്റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഇതായി ഇവിടെ വിട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ലെവലിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പേസ് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോമൺ സ്പേസിൽ നിന്ന് തന്നെ എൻട്രൻസ് പ്രൊവൈഡ് ചെയ്ത് ഇവിടെ ആയിട്ട് ഇനി ഒരു ബെഡ്റൂം തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് അത്യാവശ്യം വലിയ വീടാണ്, നിങ്ങൾക്ക് അത് പോരാ, ഇനി ഒരു വലിയ റൂം കൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറക്കി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ കാഴ്ചകൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമ്മുടെ മരുതൻകുഴി വേട്ടമുക്ക് റോഡ്, അവിടെ നിന്ന് ഒരു 10-20 മീറ്റർ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. മുൻവശത്ത് ഈ കാണുന്ന വേക്കൻ്റായിട്ട് കിടക്കുന്ന ആ 2 പ്ലോട്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്. ആ രീതിയിലാണ് പ്രോപ്പർട്ടി. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 2,85,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ശരിക്കും ഇന്ന് ഇങ്ങനെ ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 കോടിയിനടുത്ത് നമുക്ക് അതിൻ്റെ കോസ്റ്റ് തന്നെ വരുന്നുണ്ടാവും. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് തുച്ഛമായിട്ടുള്ളൊരു സ്ഥലവില കൊടുത്ത് വലിയൊരു വീട് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മരുതൻകുഴി കയറാം. ശാസ്തമംഗലം ജംഗ്ഷനൊക്കെ വളരെ അടുത്താണ്. തൊട്ടടുത്തായിട്ട് വേട്ടമുക്ക് ജംഗ്ഷൻ, അതാണ് ലാൻഡ് മാർക്ക്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്.